നേരെ നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ പത്തനംതിട്ടയിൽ ശബരിമല പാതയിൽ ഏറ്റവും അപകടകരമായ ഒരു വളവുണ്ട് ലാഹയിൽ. തീർത്ഥാടന കാലത്ത് നിരന്തരം അപകടം നടക്കുന്ന ഒരിടമാണിത്. റോഡ് പരിചയമില്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ അപകടം ഉറപ്പാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുത്തനെയുള്ള ഇറക്കത്തിലൂടെ വളവുണ്ട് എന്നുള്ളതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, അത്രയേറെ ശ്രദ്ധിച്ചു വേണമല്ലേ, പ്രത്യേകിച്ച് ഈ അയ്യപ്പ ഭക്തരൊക്കെ കടന്നു പോകുന്ന ഒരു വഴിയിൽ ഇങ്ങനെ ഒരു അപകടമുള്ളത് അത് വലിയ ഭീതിയാണല്ലോ പ്രവീൺ. റോഷ്നി, ലാഹയിലെ വിളക്കുവഞ്ചി എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എല്ലാ തീർത്ഥാടന കാലത്തും കടന്നു പോകുന്നത് ഈ പ്രധാന പാതയിലൂടെയാണ് ശബരിമലയിലേക്ക്. നമുക്ക് കാണാം, ദൂരെ നിന്നും നമുക്ക് വാഹനങ്ങൾ വരുന്നത് കാണാം. ഇവിടെ എത്തുമ്പോൾ ഈ രീതിയിലുള്ള ഒരു വളവാണ്. ഇതിനു മുമ്പ് നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ലാഹ മേഖലയിൽ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള 4ഓളം ഹെയർപിൻ വളവുകളാണ് ഉള്ളത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്തും അതിൻ്റെ മുന്നിലുള്ള തീർത്ഥാടന കാലത്തുമൊക്കെ 10ഓളം അപകടങ്ങൾ ഈ ഭാഗത്ത് തന്നെ നടന്നിട്ടുണ്ട്. ഈ അപകടം സംഭവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ റോഡിനെ വിഭജിച്ചുകൊണ്ട് അതിൻ്റെ മധ്യഭാഗത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഈ റോഡിന് വീതി കുറവായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകട കാരണമുള്ളത്. ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വാഹനം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേ സ്പീഡിൽ വളയ്ക്കാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയിലേക്ക് ഓരോ വർഷവും അന്യ സംസ്ഥാനത്തു നിന്നുമൊക്കെ പുതുതായി ധാരാളം തീർത്ഥാടകർ വരുന്നുണ്ട്. ഡ്രൈവർമാരും ഒരുപക്ഷെ പുതിയ ആളുകളായിരിക്കും. അവർക്ക് ഈ മലയോര മേഖലയിലെ ശബരിമല മേഖലയിലെ ഈ ശബരിമല പാതയെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. ഈ കാണുന്ന സംവിധാനവും അടുത്തിടെ സ്ഥാപിച്ചതാണ്. ഒരു ബസ്, തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ഈ വളവിൽ നിയന്ത്രണം വിടുകയും അന്ന് ഈ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് അന്ന് ആ യാത്രക്കാർ രക്ഷപ്പെട്ടു. പക്ഷേ ആ വാഹനം ഈ സംവിധാനത്തിൽ ഇടിച്ച് മറിഞ്ഞ് റോഡിലേക്ക് തന്നെ വീഴുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും മറ്റ് ആളുകളുമൊക്കെ എത്തിയാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ രീതിയിൽ നമുക്ക് കാണാം, ഇവിടെ താഴേക്ക് അഗാധമായിട്ടുള്ള ഗർത്തമാണ്. പലപ്പോഴും വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് ഈ ഭാഗത്തേക്കൊക്കെ മറിയുന്നതും പതിവാണ്. ഇത് ശബരിമല പാതയിലെ ഒരു ഇടം മാത്രമാണ്. ഇത്തരത്തിൽ ഹെയർപിൻ വളവുകളുള്ള 3ഓളം വലിയ വളവുകൾ വേറെയുമുണ്ട്. അത് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ പുതുതായി ഈ മേഖലയിൽ കൂടി വരുന്ന ആളുകളാണെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ശബരിമല പാതയിൽ ഇപ്പോൾ ഗതാഗത വകുപ്പൊക്കെ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്പം അപകടം കുറവാണെന്ന് പറയാം. പക്ഷേ എപ്പോഴും പ്രദേശവാസികൾക്ക് ആശങ്കയാണ് രാത്രി കാലത്തൊക്കെ ഇവിടെ അപകടങ്ങൾ സംഭവിക്കുമെന്നുള്ളത്. ഇപ്പോൾ അപകടങ്ങൾ അല്പം കുറവാണ്. അപകടങ്ങൾ വെച്ചാൽ കുറവെന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ ഇവിടെ ഭയങ്കരമായ അപകടങ്ങൾ വരുന്നു. ഇവിടെ തന്നെ ഈ വണ്ടി കഴിഞ്ഞ അങ്ങേ വർഷം ഒരു സ്വാമിയുടെ വണ്ടി ഇടിച്ച് മറിഞ്ഞ് ഇങ്ങോട്ട് വീണ് ആ ഡ്രൈവർ വരെ മരിച്ചെന്നാണ് ഞങ്ങൾ വരെ അറിഞ്ഞത്. ഈ വളവും താഴത്തെ വളവും ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചൊരു വളവാണ്. അതിപ്പം ഞാൻ പറയുവാണെങ്കിൽ ഈ പിന്നെ 1-ാം കാലമായാലും സീസണൽ കാലമാകുമ്പോൾ ചിലപ്പം ഒരു പുതിയ ഡ്രൈവർമാരും ഒക്കെ സ്വാമിമാരാണ് വരുന്നത്. അവർക്ക് പെട്ടെന്ന് അവർ ഈ ലെവലായിട്ട് കാണുമ്പോൾ വീടിന് വരുന്നു. ഇവിടെ വരുമ്പോൾ ഈ വലിയ ഈ കൊടും വളവ് എന്നെ കാണുന്നത്. അപ്പോൾ അത് കാണുമ്പം ഇവർക്ക് പെട്ടെന്ന് ചവിട്ടിയാൽ കിട്ടത്തില്ല. ഒരു ആന്ധ്രക്കാര സ്വാമി പിന്നെ വലിയ പാണ്ടി ലോറിയാണ്. അത് കയറ്റിക്കൊണ്ട് വന്ന സമയത്ത് മേട് വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയി. ചവിട്ടിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു സ്വാമിയുടെ വണ്ടിയുടെ ഒരു ബൊജോറ കാറ് ഇടിച്ച് ആ ലോറി താഴെ കുഴിയിലാണ് പോയത്. അതിൻ്റെ ഡ്രൈവറും മരണപ്പെട്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്തോ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല മരണപ്പെട്ട. ഇപ്പം ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ നമ്മുടെ സർക്കാരായാലും ഇവിടുത്തെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റും അവരെല്ലാവരും കൂടെ ഇടപെട്ട് ഈ വരുന്ന സ്വാമിമാർക്ക് നല്ല ഈ വളവും താഴത്തെ വളവും ഒരുക്കി കൊടുക്കണമെന്ന്. കാരണം ഇവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നത്, ഒരുപാട് ആക്സിഡന്റ് പറ്റുമ്പോൾ ഞങ്ങൾക്ക് അതിന് ഭയങ്കര ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ഇതാണ് പ്രദേശവാസികൾക്കുള്ളൊരു വിഷമം എന്നുള്ളത്. പലപ്പോഴും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണ്, ഭക്തരാണ് കൂടുതലും തീർത്ഥാടന കാലത്ത് എത്തുന്നത്. നമുക്ക് ഇപ്പോൾ കാണാം, ഈ വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ അല്പം വേഗത കുറച്ച് ഇങ്ങനെ തിരികെയാണെങ്കിൽ വലിയ അപകടമില്ലാതെ പോകാം. പക്ഷേ പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഏറ്റവും വലിയ അപകടമുള്ളത് ഇവിടെ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം നേർപ്പാതയിലാണ് റോഡുള്ളത്. രാത്രി കാലങ്ങളിലൊക്കെ വളരെ വേഗതയിൽ ഈ വഴി വാഹനങ്ങൾ വരും. ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കൊടും വളവുകൾ ഉണ്ട് എന്ന് ഡ്രൈവർമാർക്ക് മനസ്സിലാകുക. പക്ഷെ അതാണ് പ്രവീൺ വിവരിച്ചതുപോലെ തന്നെ തീവ്രതയേറിയ ഒരു വളവാണത്. ദൃശ്യത്തിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാവും. സൈറ്റ് ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു ദൂരക്കാഴ്ച അതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പോവേണ്ടതാണ്. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ വഴി, ഇപ്പോൾ പ്രവീൺ ചൂണ്ടിക്കാണിച്ചു തന്ന ആ വഴി പോയിട്ടുള്ളവർക്ക് അത് അറിയുമായിരിക്കും. ഇനി പോവാൻ സാധ്യതയുള്ളവരോടാണ് പറയുന്നത്.
സൂക്ഷിക്കണം, ജാഗ്രത ഒരിക്കലും കൈവിടരുത്. നമ്മൾ കൃത്യമായി ഏത് ഗിയറിലാണോ പോകേണ്ടത് എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ട് ഒരു അപകടം എപ്പോൾ വേണമെങ്കിലും നമുക്കും നമ്മുടെ മുന്നിലുമൊക്കെ സംഭവിക്കാമെന്ന മുൻവിധിയോട് കൂടി തന്നെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ യാത്ര ചെയ്യാൻ എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു അപകടം സംഭവിച്ച് ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ ഇത്തരം ഒരു ഘട്ടത്തിൽ പറയുമ്പോഴെങ്കിലും അതിന്റെ ഗൗരവം അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുമായിരിക്കും.